മനസ്സ് നന്നാവട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലും ആകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ മുസൽമാന്മാരും നേടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി NSS വാളണ്ടിയറായ കാതറിൻ സനിയെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ആദ്യമായി തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് സ്വാഗതം പറയുക എന്ന ദൗത്യത്തിലാണ്. ആദ്യമായി തന്നെ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാദർ ജോർജ് പാരമിനസിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ വെബിനാറിൽ നമ്മുടെ സ്പീക്കറായ ശ്രീ രാജഗോപാലൻ സർ. അദ്ദേഹം എക്സ് എയർഫോഴ്സ് ഓഫീസറാണ്. അദ്ദേഹത്തെ NSS യൂണിറ്റിന്റെ പേരിലും സഹൃദയ കോളേജിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള സർ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ മെമ്പേഴ്സിനെയാണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറായ വിജയ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ നമ്മെ സഹായിച്ച വോളണ്ടിയർ സെക്രട്ടറീസ്, അതോടൊപ്പം തന്നെ എല്ലാ NSS വോളണ്ടിയേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഇന്ന് ഈ വെബിനാർ വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസിനെയാണ്. ഇന്നത്തെ ഈ വേദിയിലേക്ക് കടന്നു വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്ത അധ്യക്ഷ പ്രസംഗത്തിനായി സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ ജോർജ് പാരമിനസിനെ ക്ഷണിക്കുന്നു. Okay, so good morning to all. Good morning, happy Independence Day. ഇന്ന് NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തില് രാജ്യത്തെ ആദരിക്കുന്നു, രാജ്യസ്നേഹികളെ ആദരിക്കുന്നു. ഒപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച സഖാക്കളെ നമ്മൾ പ്രത്യേകമായിട്ട്, യോദ്ധാക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് ആദരിക്കുക. ഇവിടെ NSS ടീമിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ ജീവിത പാഠങ്ങളിലൂടെ നമ്മളൊക്കെ ചിലത് പഠിച്ചെടുക്കുക. ഇവിടെ ജീവിത ത്യാഗങ്ങളൊക്കെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിക്കൊണ്ടിരിക്കുക. രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വലിയ ജീവത്യാഗങ്ങൾ സംഭവിച്ചത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മൗലിക അവകാശം എന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ വേണ്ടിയാണ് ഒത്തിരിയേറെ പേര് നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചത്. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലും, നമ്മളൊക്കെ മേഖലകളിലും, ജോലി സ്ഥലങ്ങളിലും
സ്വസ്ഥമായും ശാന്തമായും ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ സ്വസ്ഥമായി ഉറക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ അതിർത്തി കാവൽ ഭടന്മാരെ പോലെ ഉറക്കമൊളിച്ചിരുന്ന് നമ്മുടെ ജീവൻ സംരക്ഷിച്ച ആ പോരാളികളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ദിനം കൂടെയാണ് ഇന്ന്. ഒരു ബിഗ് സല്യൂട്ട് അവർക്കെല്ലാം നമുക്ക് നേരാം. അവർക്ക് സല്യൂട്ട് നേരുന്നതോടൊപ്പം എൻ്റെ NSS വോളണ്ടിയേഴ്സിനോട് എനിക്ക് ആശംസിക്കാനുള്ളത്, നമ്മളും ഇത്തരത്തില് മറ്റുള്ളവരുടെ സല്യൂട്ട് സ്വീകരിക്കാൻ മാത്രം പ്രാപ്തിയിലേക്ക് വളരണം. അതെങ്ങനെയാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാം എന്ന് ചിന്തിച്ചിരിക്കേണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കേണ്ട. നമ്മളൊക്കെ ആയിരിക്കുന്ന മേഖലകളില്, ആയിരിക്കുന്ന സ്ഥലങ്ങളില് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങള് അത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അത് തന്നെയാണ് മറ്റുള്ളവര് നമ്മെ സല്യൂട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ പടി എന്നുള്ളത്. പൂർണ്ണ ആത്മാർപ്പണത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ ദിനം ആചരിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളുന്നതോടൊപ്പം തന്നെ ഇന്ത്യയെ സ്നേഹിക്കുക, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എൻ്റെ ചെറുവിരലിലൂടെയെങ്കിലും വേദനിപ്പിക്കാതിരിക്കുക, അതിലുപരിയായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരിക. അതിന് ഓരോ NSS വോളണ്ടിയറിനും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അനുഗ്രഹങ്ങള് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ധീര പോരാളിയെ പ്രത്യേകമായി അനുസ്മരിക്കുകയും പ്രത്യേകമായിട്ട് ഈ ഒരു ഫ്രൂട്ട് ഷെയറിംഗ് സെഷൻ അനുഗ്രഹദായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ദിനത്തിന്റെ എല്ലാ ഭാവങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ, കേൾക്കുന്നില്ല? എല്ലാവർക്കും കേൾക്കാം, പറഞ്ഞോളൂ. ഇനിയൊട്ടും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ സെഷനിൽ കിടക്കാം. ഇമ്പാക്ട് ഓഫ് COVID-19 ഓൺ നാഷണൽ ഡിഫൻസിനെ കുറിച്ച് പറയാനും ഇൻഡിപെൻഡൻസ് ഡേ പറ്റി 2 വാക്ക് സംസാരിക്കാനും എക്സ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശ്രീ രാജഗോപാൽ സാറിനെ ക്ഷണിക്കുന്നു. ഹലോ ലിവിൻ. ഹലോ, താങ്ക് യു ലിവിൻ. സാർ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ സാർ. സാർ നമ്മൾ വീഡിയോ ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലക്ഷ്മി ചേച്ചിയൊക്കെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ. ഹലോ ജഗൻ. ഹലോ. നമ്മുടെ വീഡിയോ ഒന്നും കൂടി നോക്കൂ. ഓക്കെ. ഓഡിയോ കേൾക്കുന്നില്ല. ഹലോ ചേട്ടാ. ഹലോ ജഗൻ. പോസ് ചെയ്തോ? പോസ് ചെയ്തോ? ഓക്കെ, എൻഡ് ചെയ്തോളൂ. നമുക്ക് സെഷനിലോട്ട് കിടക്കാം. അപ്പൊ രാജഗോപാൽ സാറിനെ ഞാൻ ഒന്നും കൂടി ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ ഈ സെഷനിലോട്ട്.
താങ്ക് യു ലക്ഷ്മി. ബഹുമാനപ്പെട്ട NSS സഹൃദയ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വിക്സൻ കുരുവിള, IHRAയുടെ ഭാരവാഹികളെ, പ്രോഗ്രാം കോർഡിനേറ്റർ വിജയ് സർ, ഇനി ഇവിടേക്ക് ക്ഷണിച്ച ശ്രീലക്ഷ്മി, പ്രിയപ്പെട്ട NSSന്റെ വോളണ്ടിയേഴ്സ്, ഏവർക്കും സാദര നമസ്കാരം. ഇന്ന് നമ്മൾ 74ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും വളരെ ഊഷ്മളമായ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ അവസരത്തിൽ അറിഞ്ഞോ അറിയാതെയോ പോയിട്ടുള്ള ഓരോ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും ജീവൻ പോലും സമർപ്പിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹാത്മാക്കൾക്കും പ്രണാമം അർപ്പിക്കുന്നു. മഹാത്മാഗാന്ധിജിയുടെ ആ മിന്നുന്ന വ്യക്തിത്വ പ്രഭാവം നിറഞ്ഞ ലീഡർഷിപ്പ് കൊണ്ട് മാത്രമാണ് 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. നമുക്ക് ഏവർക്കും അറിയാം. ആ സമയത്ത് പല സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു. വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങളെ, ആഘാതങ്ങളെ ഇന്ത്യൻ ഡെമോക്രസി അതിജീവിക്കുമോ എന്ന് 73 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ സംശയങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കുന്നു. ഇന്നത്തെ ദിവസം വിദേശത്തും ഇന്ത്യയിലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഓരോ ഭാരതീയരും ആഹ്ലാദപൂർവം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയുടെ പ്രകൃതിക്കും ധർമ്മത്തിനും അനുസരിച്ച് പരിപൂർണതയിലേക്ക് വളരുവാനും വികസിക്കുവാനുമുള്ള അയാളുടെ അവകാശമാണ് സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യത്തോടൊപ്പം സമാജ സ്വാതന്ത്ര്യവും രാഷ്ട്ര സ്വാതന്ത്ര്യവും അനിവാര്യമാണ്. നമ്മളാകട്ടെ നമ്മുടേത് മാത്രമായ ആധ്യാത്മിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, പകരം മാനവരാശിയുടെ മുഴുവനും ആത്മീയ മുക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഈ മണ്ണിലെ മക്കൾ രാഷ്ട്രബോധം ഇല്ലാതെ ഭാരതത്തിന്റെ ചരിത്രവും വീരതയും പാരമ്പര്യവും സംസ്കാരവും എല്ലാം മറന്ന് സ്വാർത്ഥതയിലാണ്ട് അസംഘടിതമായി അധപതിച്ചപ്പോൾ കിട്ടിയ അവസരം മുതലാക്കി വിദേശ ശക്തികൾ ഇവിടെ നിലയുറപ്പിച്ചു. 1887 സ്വാതന്ത്ര്യ സമരം കൃത്യമായ പ്ലാനിംഗ് ഇല്ലായ്മ, നേതൃത്വക്കുറവ് ഇവയൊക്കെ കൊണ്ട് തന്നെയാണ് വിജയിക്കാതെ പോയത്. അതുപോലെ തന്നെ വിഭവശേഷിയിലുണ്ടായിരുന്ന വ്യത്യാസം, ഇതെല്ലാം പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ്. ടെലിഗ്രാഫ് പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ, ആ കാലത്ത് ആയുധശേഷി, ഇവയൊക്കെ കൊണ്ട് തന്നെയും ബ്രിട്ടീഷുകാർ ഏറെ മുമ്പിലായിരുന്നു. എങ്കിലും മഹാമംഗലയായ ഈ പുണ്യഭൂമി നിലനിൽക്കേണ്ടത് ഒരു ഈശ്വരേച്ഛ പോലെ തന്നെ തെളിയിക്കുന്ന പോലെയാണ് പല ദേശങ്ങളിലുമായിട്ട് ദിക്ക് ഭേദമില്ലാതെ തന്നെ ഒരുപാട് വീരസന്താനങ്ങൾ ഇവിടെ അവതരിച്ചത്. ലോകമാന്യ തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ ഭാരതം ജന്മം കൊടുത്ത ദിവ്യാത്മാക്കൾ അസംഖ്യരാണ്. ബ്രിട്ടീഷുകാർക്കെതിരായ വൻ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന അവസരത്തിൽ തന്നെ ജാതി വിവേചനങ്ങൾക്കെതിരായും മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ വൻ പോരാട്ടങ്ങൾ നടന്നു. നാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികളും കേരളത്തിലെ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പഴയ കാലഘട്ടത്തിന്റെ ഒരു അന്ത്യവും ഒരു പുതിയ ഭാരതത്തിന്റെ ആരംഭവുമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള NSS പ്രവർത്തകരോട് പറയാനുള്ളത്, രാഷ്ട്രത്തിന്റെ കാവലാളാവുക. നിങ്ങളോടൊപ്പം തന്നെ ഒരു കരുത്തുറ്റ സൈന്യവും ഒരു ധീരമായിട്ടുള്ള നേതൃത്വവും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, ലോകം മുഴുവനും കോവിഡ് ബാധയേറ്റ് വശം കെട്ടിയിരിക്കുകയാണല്ലോ. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, വേൾഡ് വാർ 1 സ്പാനിഷ് ഫ്ലൂ പോലെയുള്ള അമേരിക്കൻ ട്രൂപ്സിനെ കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്ലേഗ് എന്ന മഹാമാരിയെ കുറിച്ച് നമ്മുടെ ഈ വെബിനാർ സീരീസിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ബാലകൃഷ്ണൻ സർ പറയുകയുണ്ടായി. ഇത്തരം മഹാമാരികൾ ആംഡ് ഫോഴ്സസിന്റെ റെഡിനെസ്സിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ഒരു ഫ്രണ്ട് ലൈൻ വർക്കർ എന്ന നിലയിൽ ഗവൺമെന്റിനെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല സമയത്ത് അത് കണ്ടിട്ടുള്ളതാണ്. ഫ്ലഡ് റിലീഫ് ആകട്ടെ, ഒഴിപ്പിക്കലുകള്, ഭീകരാക്രമണങ്ങൾ, എല്ലാത്തിനും നമ്മൾ അത് കണ്ടതാണ്. ഈ കോവിഡ് കാലത്തും അവർ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട്
ആംഡ് വെൽനസ് സെന്ററിൽ എത്തിക്കുക, അതുപോലെ ക്വാറന്റൈൻ സംവിധാനം ഏർപ്പെടുത്തുക, അതാത് യൂണിറ്റുകളിൽ ഹോസ്പിറ്റലുകൾ ഏർപ്പെടുത്തുക എന്നിവയെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആംഡ് ഫോഴ്സസ് എപ്പോഴും ഹൈ റിസ്കിലാണ്, അത് നമുക്കറിയാം. കാരണം അവരൊരു സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. ഇതിനധികം ഒരുമിച്ച് എല്ലാവരും ഒരു ഫ്രണ്ട് ലൈൻ വർക്കറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് വരുമ്പോൾ ഏറെ ദുഷ്കരമാണ്. പക്ഷെ എന്നാൽ അവർ താമസിക്കുന്നതെല്ലാം പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്ന് മാറിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കോവിഡ് വ്യാപനം എങ്ങനെ അത് നിർത്താമെങ്കിൽ ആ ഏരിയയ്ക്കുള്ള, അതായത് സൈനികർ താമസിക്കുന്ന ഏരിയയ്ക്കുള്ള അവരുടെ സിവിലിയൻസിന്റെ എത്തിച്ചേരൽ നിർത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ത്യയിൽ ഈ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് ആംഡ് ഫോഴ്സസ് ചെയ്തത് എല്ലാ ആക്ടിവിറ്റീസും ക്യാൻസൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ട്രെയിനിങ്, അതായത് നമ്മൾ രാവിലെ ഉണ്ടാവുന്ന ഫിസിക്കൽ ട്രെയിനിങ്, അതിനോട് ജോലി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ എല്ലാം നിർത്തലാക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് എക്സർസൈസുകൾ ആംഡ് ഫോഴ്സസില് ഇന്ത്യ ആർമി, നേവി, എയർഫോഴ്സ് ഇവയെല്ലാം ചേർന്നിട്ടുള്ള എക്സർസൈസുകളെല്ലാം തന്നെ നിർത്തലാക്കി. അതുപോലെ തന്നെ കോൺഫറൻസുകൾ, ആൾക്കാരുടെ ആംഡ് ഫോഴ്സസിലുള്ള ആൾക്കാരുടെ യാത്രകൾ, അതുപോലെ തന്നെ ലീവ് എല്ലാം ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് ഈ ഡേ ടു ഡേ വർക്കിനെ തടസ്സപ്പെടുന്നതിന് ഇടയാക്കി. എയർഫോഴ്സും നേവിയും ഒരു പുതിയ ഉദ്ദേശം വരെ വെക്കുകയുണ്ടായി. എവിടെയാണോ നിങ്ങൾ അവിടെ നിൽക്കുക, അതുകൊണ്ട് അവിടെ തന്നെ ആ ക്വാറന്റൈൻ ഫെസിലിറ്റീസും സെറ്റപ്പ് ചെയ്യുക എന്നതായിരുന്നു. എന്തിനധികം പറയാം, പ്രൊജക്ട് ടൂർസ് എല്ലാം നിർത്തിവെച്ചു. എന്നാൽ ഒന്നു മാത്രം നടന്നത് നമ്മൾ കണ്ടതാണ്, റാഫേൽ ഇടപാട്. ആദ്യമായി ഇന്ത്യയിൽ 5 റാഫേൽ വിമാനങ്ങൾ പറന്നിറങ്ങി. അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന സമയത്ത് സംസാരിക്കാം. അതുപോലെ തന്നെ എംബസികളുടെ വർക്കിങ്ങിലും വിദേശത്തുള്ള ആംഡ് ഫോഴ്സസിലെ ആൾക്കാരോടും പ്രധാനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ എംബസികൾ തരുന്ന പോളിസികൾ അനുസരിച്ചും അവർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശവും പാലിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറയാൻ വെച്ചാൽ IMA, FCAT, NDA മുതലായ എല്ലാ സെലക്ഷൻ ബോർഡുകളുടെയും പുതിയ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുകയുണ്ടായി. ഡൽഹിയിലുള്ള നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് അതിന്റെ പുതിയ ഷെഡ്യൂൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുക്കുകയാണ്. എളുപ്പമായി പറയുകയാണെങ്കിൽ ഇനി ഒരു പുതിയ സിലക്ഷൻ രീതികൾ തന്നെ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ സീനിയർ കമാൻഡേഴ്സ് കോൺഫറൻസ് എല്ലാം തന്നെ വൈകിയിരിക്കുകയാണ്. അതുപോലെ പുതിയ യൂണിറ്റുകളിൽ ഉള്ള കമാൻഡിംഗ് ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽമെന്റ് എല്ലാം നിർത്തലാക്കിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് IMA ട്രെയിനിങ്ങിൽ ജംഗിൾ ആൻഡ് മെയിൻ്റനൻസ് മൗണ്ടൻ വാർഫെയർ ആണ്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വ്യത്യസ്ത സമയക്രമങ്ങളിലാണ് ഇപ്പോൾ ട്രെയിനിങ്ങുകൾ നടക്കുന്നത്. ഈ അവസരത്തിൽ ആർമി കോവിഡ് നിയമാവലികളുമായി ചേർന്ന് പോരുന്നതിൽ 70% മുതൽ 80% വരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഫിസിക്കൽ ട്രെയിനിങ്ങുകളിൽ. പ്രത്യേകിച്ച് സെൽഫ് സ്റ്റഡി നടത്തുവാനും ഓൺലൈൻ ക്വിസ്, അതുപോലെ തന്നെ കണ്ടക്ടിങ് ടെസ്റ്റ് ഓൺ ഓൺലൈൻ മുതലായവയുമായി ആംഡ് ഫോഴ്സസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ 10 മുതൽ 15% വരെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മുടെ ആംഡ് ഫോഴ്സസിന്റെ ആധുനികവൽക്കരണത്തെ ഏറെ ബാധിക്കുമെങ്കിലും പർച്ചേസ് പോലെയുള്ള കാര്യങ്ങൾ പുനർചിന്തനത്തിന് വിധേയമായിരിക്കുകയാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള സായുധ സേനകൾ COVID-19 ഒരു പ്രത്യേക സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. അത് വളരെ അപകടകരമായ ഒരു ചോദ്യമാണ് ഡിഫൻസ് പ്രൊസീജിയേഴ്സിന്റെ കാര്യത്തിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇനി അതിനെക്കുറിച്ച് പറയുമ്പോൾ കോവിഡിന്റെ എഫക്റ്റ് എന്താണെന്ന് ഇന്ന് പ്രവചിക്കാൻ കഴിയുകയില്ല. അത് ഓപ്പറേഷൻ പ്രിപ്പയർനെസ്സിനെ ബാധിക്കും എന്നതിനെ കുറിച്ചിട്ട് യാതൊരു ചർച്ചയും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വെല്ലുവിളിയായി ഇപ്പോൾ MOD നേരിടുന്നത്.
ഗവൺമെന്റിനെ വീണ്ടും ഒരു പുനർചിന്തയിലൂടെ മാത്രമേ ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കൂ. നമുക്കറിയാം, ഇപ്പോ പുതിയതായിട്ട് ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്, CDS. ആ ആർമിയുടെ ബിപിൻ റാവത്ത് സാറാണ് പുതിയ CDS ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹമാണ് അതിന്റെ ചുമതല. അപ്പൊ നമ്മൾ റാഫേൽ വിമാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അവസാനിപ്പിച്ചെടുക്കുന്നത് നമുക്ക് തുടങ്ങാം. അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് റാഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തിയത്. അപ്പൊ ആ സമയങ്ങളിൽ ഈ കാലത്തെ ഏറ്റവും മികച്ച വിദഗ്ധർ വിലയിരുത്തുന്ന വിമാനമാണ് റാഫേൽ. ഇവിടെ ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ ഒന്ന്, 500 കോടി വിലമതിക്കുന്ന ഒരു വിമാനം എന്തുകൊണ്ട് അതിന്റെ 2 ഇരട്ടി വിലയ്ക്ക് വാങ്ങുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുദ്ധവിമാനങ്ങളിൽ ഒന്ന് ഫ്ലൈ അവേ പ്രൈസും 2 കോമ്പാക്ട് റെഡിനെസ് ചെയ്തിട്ടുള്ള എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരുമ്പോഴുള്ള പ്രൈസും തമ്മിൽ വളരെ അന്തരമുണ്ട്. അപ്പോ നമ്മൾ ഓരോ വിമാനങ്ങളും വെറുതെ പറപ്പിക്കാനല്ലല്ലോ. അപ്പോ ഫ്ലൈ അവേ പ്രൈസിൽ മേടിക്കുന്ന ഒരു വിമാനം എന്ന് പറയുമ്പോൾ വെറുതെ ഇന്ധനം നിറച്ച് പറപ്പിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോ അതേസമയം കോമ്പാക്ട് റെഡിനെസ് എയർക്രാഫ്റ്റുമായിട്ട് വരുമ്പോൾ അതിൽ ഫിറ്റ് ചെയ്യുന്ന ബോംബുകൾ, മിസൈലുകൾ, തോക്കുകൾ, നാവിഗേഷൻ എല്ലാം ആവശ്യമാണ്. അതിന്റെ വിലയാകട്ടെ ഒരുപാട് ഉയരത്തിലും. ഈ സംവിധാനങ്ങളുടെ വിലയാണ് കോടികൾ വിലമതിക്കുന്നത്. അപ്പോൾ യുദ്ധവിമാനങ്ങൾ, ആയുധങ്ങൾ ഓരോന്ന് വാങ്ങുന്നതും ഓരോ രാജ്യങ്ങൾ വാങ്ങുന്നതും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. സംരക്ഷിക്കപ്പെടേണ്ടതായ ഭൂപ്രദേശം, ശത്രു രാജ്യങ്ങൾ, അവരുടെ കരുത്ത് തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ആയുധങ്ങളിൽ സ്പെസിഫിക്കേഷൻ തീരുമാനിക്കുന്നത്. ഇത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിരിക്കും. ഭാരതത്തിന് പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ടത് ഈ 130 കോടി ജനങ്ങളും വലിയൊരു ഭൂപ്രദേശവുമാണ്. എന്തിനാണ് ഇത്ര വില കൊടുത്ത് നമ്മൾ ഇത് വാങ്ങുന്നത്? അത് തന്നെയാണ് ചൈനയെയും പാകിസ്ഥാനെയും ഭയപ്പെടുത്തുന്ന ചോദ്യം. അതുകൊണ്ട് അത്തരം സുരക്ഷാ രഹസ്യങ്ങൾ പുറം ലോകം അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, റാഫേൽ വരുന്നതിലൂടെ സാങ്കേതികതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വായുസേന ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു ക്രിക്കറ്റ് ടീമുമായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ സച്ചിൻ തെണ്ടുൽക്കർ, വിവിയൻ റിച്ചാർഡ്, അതുപോലെയുള്ള മഹാരഥന്മാർ അണിചേർന്നിട്ടുള്ള ഒരു ടീം പോലെ ഇന്ന് ഇന്ത്യയുടെ വായുസേന പുരോഗമിച്ചിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഭാരതത്തിന്റെ വളർച്ച ചൈനയ്ക്ക് വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ 3000 വർഷങ്ങളിൽ ലോകത്തുള്ള ഒരു രാജ്യത്തെയും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. അതേസമയം ബംഗ്ലാദേശുമായിട്ടുള്ള യുദ്ധത്തിൽ, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം, സംസ്കാരം. അപ്പോൾ നമ്മൾ ഇതിനെന്താണ് പ്രധാനമായിട്ടും ചൈന നമ്മൾക്ക് എതിരാകുന്നതിനുള്ള കാരണം? 1956 ടിബറ്റിൽ നാം സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് ഇതിന് കാരണം. ഒപ്പം നമ്മുടെ വളർച്ചയും പുരോഗതിയും. അക്സൈ ചിൻ എന്ന പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് ഖദർ തുറമുഖത്തിലേക്കുള്ള ഇടനാഴി വരുന്നത്. നമുക്കറിയാം, നമ്മളതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഈ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത് പോലും ഗൂഗിൾ പോലും അംഗീകരിച്ചിട്ടുള്ളത്, നമ്മുടേതായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഈ കാലത്താണ്. കൂടാതെ കാലാവസ്ഥാ നിരീക്ഷണം പോലെയുള്ള കാര്യങ്ങൾ ആ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ അടുത്ത കാലത്താണ് CDS പാകിസ്ഥാൻ മുന്നിൽ നിന്നും ഈ POKയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു കാണും. ഈ ഗൽവാനിൽ കഴിഞ്ഞ ജൂൺ 15 ഏറ്റുമുട്ടലിൽ നമ്മൾ ശ്രദ്ധിച്ചു, അവിടെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കല്ലും വടിയും മുളങ്കമ്പുകളുമായിരുന്നു. 1962 മുതൽ നടത്തിയിട്ടുള്ള ഓരോ ഏറ്റുമുട്ടലിലും നടത്തിയിട്ടുള്ള നഷ്ടങ്ങൾ നെഞ്ചിലൊരു തീയായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ സൈനികർ 1 ഇഞ്ച് പോലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ജൂൺ 6 നടന്ന ലഫ്റ്റനന്റ് ജനറൽ തല ചർച്ചയിൽ ഗൽവാനിലെ തിരിവിൽ നടന്ന ആ ഒരു പോക്കറ്റിൽ നടന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ നിരീക്ഷണ ക്യാമ്പ് അത് ഇന്ത്യൻ അതിർത്തിയിലാണെന്ന് അവരുടെ ആ മീറ്റിംഗിൽ തെളിഞ്ഞിരുന്നതാണ്. ധാരണ പ്രകാരം ആ ക്യാമ്പ് ചൈനീസ് പട്ടാളം അത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ പൊളിച്ച ക്യാമ്പ് ജൂൺ 14 വീണ്ടും ഒരു പുതിയ ടീം അവിടെ പ്രത്യക്ഷപ്പെട്ട് അത് പുനഃസ്ഥാപിക്കാനുണ്ടായി. ഈ തെറ്റിദ്ധാരണ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സൈനികർ അവിടെ പോയി
അവരോട് സംസാരിച്ചപ്പോൾ തിരിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് അദ്ദേഹം സന്തോഷ് സാറിനെ ആക്രമിച്ച് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും നഷ്ടപ്പെടുന്നത് നമുക്ക് 70 സൈനികരായിരുന്നു. ആ സൈനികരുടെ പകരമായി 300ഓളം ജീവനുകൾ ചൈനീസ് പട്ടാളക്കാരെ വധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം പകവീട്ടിയത്. ഇനി ടിബറ്റ് പൂർണ്ണമായും കീഴടക്കി ലഡാക്കിന്റെ ഒരു ഭാഗവും കൈക്കലാക്കിയ ചൈന ഇനിയും സ്വപ്നം കാണുന്നത് പൂർണ്ണ ലഡാക്കും പിന്നെ സിക്കിമും അരുണാചൽ പ്രദേശുമാണ്. അപ്പോൾ നമുക്കറിയാം മോഡേണൈസേഷൻ മുതലായ കാര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന്. ഇനി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച് അതിന്റെ ചില ഘടനകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഒരു റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം നമ്മളെ തന്നെ തയ്യാറാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഒരു റിക്രൂട്ട്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെയിറ്റ്, ശരീരത്തിന്റെ ഭാരം, ഹൈറ്റ് റേഷ്യോ ആണ്. അപ്പോൾ അത് പല വിധത്തിൽ അത് വ്യത്യസ്തമായിരിക്കുന്നു. ഓരോ എക്സാംസിനും ഓരോ ജോലിക്കും അനുസരിച്ച് അത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഗുഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, വെൽ ഡെവലപ്ഡ് ചെസ്റ്റ്, നാലാമത്തതായി ഹെൽത്തി ബോൺസ് ആൻഡ് ജോയിന്റ്സ്. ഇനി ഇന്ത്യൻ എയർഫോഴ്സ് നമുക്കറിയാം അതിന്റെ ഓഫീസേഴ്സ് ബ്രാഞ്ച് 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഫ്ലൈയിങ്, ടെക്നിക്കൽ, ഗ്രൗണ്ട് ഡ്യൂട്ടീസ്. അതിൽ ചേരാനായിട്ടുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? അതിൽ ചേരാനായി പ്രത്യേകിച്ച് NDA ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക്, CDSE, FCAT. ഇതിൽ ഈ എക്സാംസിലൂടെ അപ്പിയർ ചെയ്യുന്നതിലൂടെ ഒരാൾ അവിടുത്തെ പെർമനന്റ് കമ്മീഷൻ മുതൽ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പ്രാപ്തരാകുന്നു ഇത് അപ്പിയർ ചെയ്യുന്നതിലൂടെ. അതുകൂടാതെ തന്നെ NDA കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നാഷണൽ ഡിഫൻസ് അക്കാദമി. ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് എവറി ജൂൺ ആൻഡ് ഡിസംബർ. December for the half yearly exam for the 12th class and the 12th pass up to age of 19.5 years. മനസ്സിലായി കാണുമല്ലോ. A candidate needs to study physics and maths at 10+2 level. ഏജ് ലിമിറ്റ് വരുന്നത് വീണ്ടും പറയാം, 16-നും 19-നും ഇടയ്ക്കുള്ള ആ ഏജ് ആണ്. ആ കോഴ്സ് തുടങ്ങുമ്പോൾ 19-ആണ് അതിന്റെ. നാഷണാലിറ്റി ആസ് യൂഷ്വൽ ഇന്ത്യൻ. Gender men. Education qualification for NDA is +2. Advertisement വരുന്നത് January and June. After getting selected, candidate will go through 3 years of course in NDA, followed by 1 year in pre-commission training at AFA Hyderabad. അതുപോലെ തന്നെ CDSE Combined Defense Service Exam conducted twice in a year, July and November, needs to have studied physics and maths 10+2 level along with graduate degree. Age 20 to 24 years at the time of commencement of course. Nationality Indian. Marital status single. മെന്നിനു വേണ്ടി മാത്രമാണ്. After the selection, candidate will go through 1 year pre-commissioning course at AFA. അതുകൂടാതെ ഒരു എൻട്രി കൂടി ഉണ്ട് ഫ്ലൈയിങ് ബ്രാഞ്ചിലോട്ട്, NCC സ്പെഷ്യൽ എൻട്രി. പൊസസ് C സർട്ടിഫിക്കറ്റ് NCCയിലുള്ളവർക്ക് മിനിമം 60% ഓഫ് ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് അറ്റ് 10+2 ലെവൽ. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂൺ ആൻഡ് ഡിസംബർ. ഏജ് ലിമിറ്റ് ഈസ് 24 years. ബട്ട് ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റിന്റെ ലൈസൻസ് ഉള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ളതുള്ള റിലാക്സ്ഡ് അപ് ടു 26 years ആണ്. ഈ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ, പെർമനന്റ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അതിൽ ഒരു പ്രാവശ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് കമ്മീഷൻ അപ് ടു സൂപ്പർ ആനുവേഷൻ വരെ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ 10 വർഷവും ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻ ടു 4 years. അതാണ് 2 തരം കമ്മീഷൻ കാറ്റഗറീസ്. അപ്പോ FCAT അടുത്തത് വരുന്നത് നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷൻസ് എയർഫോഴ്സ് FCAT admission test. Any graduate with a minimum of 60% having studied physics and maths 10+2 can apply to FCAT. ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് ജൂൺ ആൻഡ് ഡിസംബറിലാണ്. ഏജ് ലിമിറ്റ് ഈസ്
20 to 24. ആസ് യൂഷ്വൽ DGC ലൈസൻസ് ഉള്ളവർക്ക് 26 years. ഇന്ത്യൻ ആയിരിക്കണം, സിംഗിൾ ആയിരിക്കണം. Men and women can apply for SSC, ഷോർട്ട് സർവീസ് കമ്മീഷൻ. ഇനി ടെക്നിക്കൽ ബ്രാഞ്ച്, നമ്മളൊന്ന് ഫ്ലൈയിങ് ബ്രാഞ്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി ടെക്നിക്കൽ ബ്രാഞ്ച് ആണ് പറയാനുള്ളത്. അതും എക്സാമിനേഷൻ എന്നുള്ളത് ത്രൂ ആഫ്കാറ്റ്. അപ്പൊ ഈ ടെക്നിക്കൽ ബ്രാഞ്ച് തന്നെ 2 വിഭാഗങ്ങളായിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിനെ ഡിവൈഡ് ചെയ്തത്, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്സ്. ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് സിഗ്നൽസ് ആൻഡ് റഡാർ, അതുപോലെ മെക്കാനിക്കൽ ഉള്ളവർക്ക് മെയിൻ്റനൻസ് ഓഫ് എഞ്ചിൻസ്, ടൂൾസ് ആൻഡ് മെഷീനറി. അപ്പൊ ഇതിന് യൂണിവേഴ്സിറ്റി എൻട്രി സ്കീം ഉണ്ട്. ആസ് ദ നെയിം ഓഫ് സജസ്റ്റ്, the entry scheme is for engineering students. Students who are having pre-final year of their engineering program make use of this entry scheme. Only male candidates. Nature is permanent commission. Age limit is 80 to 28 years. Aeronautical engineering നും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech, BE BTech, recognized from a university. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്കൽ, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എലിജിബിലിറ്റി ആണ് അതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി മെക്കാനിക്കൽ ബ്രാഞ്ച്. മെക്കാനിക്കൽ ബ്രാഞ്ചിൽ വന്നിട്ട് പ്രീ ഫൈനൽ ഇയർ ആയിട്ടുള്ള BE BTechകാർക്ക് അതിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതിന് ഒരു 18 വിഷയങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഒന്നുമില്ല പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അത് ഫുൾ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. സമയക്കുറവ് കൊണ്ട് അത് മുഴുവനും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് കിടക്കാണ്, 3ാമത്തേതിലേക്ക് കിടക്കാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മാനേജിങ് മെൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. ഏജ് ഈസ് 20 to 26 year old. അഡ്മിൻ ബ്രാഞ്ച്. ഈ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ച്. ATC കൺട്രോളർ, ഫൈറ്റർ കൺട്രോളർ. ATCയിൽ തന്നെ അഡം FC ഉണ്ട്, ഫൈറ്റർ കൺട്രോളർ ഉണ്ട്. അതെല്ലാം നമ്മൾ വിമാനങ്ങളെ, യുദ്ധവിമാനങ്ങളെ ആവട്ടെ, ട്രാൻസ്പോർട്ടുകളാവട്ടെ, ഹെലികോപ്റ്ററുകളാവട്ടെ, ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് അഡ്മിൻ ബ്രാഞ്ചിലെ ATC ആൻഡ് FC. അതുകൂടാതെ അക്കൗണ്ട്സ് ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ BCom കമ്പനി 60% ഉള്ള BCom പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അക്കൗണ്ട്സ് ബ്രാഞ്ചിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലോജിസ്റ്റിക്സ്, മെൻ ആൻഡ് മെറ്റീരിയലെ കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം ലോജിസ്റ്റിക്കിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, നമുക്കത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പഠിച്ചിട്ടുള്ളവർക്ക് അത് ലോജിസ്റ്റിക്കിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് മെട്രോളജി, കാലാവസ്ഥാ പ്രവചനം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് എയർഫോഴ്സിലുണ്ട്. ഇതെല്ലാം കൂടാതെ തന്നെ നിങ്ങൾക്ക് എയർമാൻ ആയിട്ടും സർവീസിൽ കയറാവുന്നതാണ്. ഈ സമയത്ത് ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നത്, പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, നമ്മുടെ 2ാമത്തെ വെബിനാറിൽ RJ നീന ഒരു സംഭവം കോട്ട് ചെയ്തിരുന്നു. ഒരു ഗുണ്ടാ സംഘം യാത്ര ചെയ്യുന്ന ഒരു കാറിൽ അതിന്റെ ബാക്കിലെ ഡിക്കി തുറന്നിരുന്നപ്പോൾ ബൈക്കിലൂടെ പോയിരുന്ന 2 പേർ അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം RJ നീന നമ്മളോട് പറഞ്ഞു. പക്ഷേ ഇവിടെ എയർഫോഴ്സിൽ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിൽ നമ്മൾ എന്ത് കണ്ടുപോയാലും അത് നമ്മളെ സുപ്പീരിയേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ജോലി. അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ വലിയൊരു നഷ്ടത്തിലേക്കും നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്ന അനീതിയായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ഒരു ഡിക്ലറേഷൻ നടത്തുകയുണ്ടായി. 101 ഡിഫൻസ് ഐറ്റംസ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തു കഴിഞ്ഞു. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് തന്നെ സ്വയം പര്യാപ്തത നേടാനുമാണ് ഉള്ള ഒരു മുൻകൈയെടുക്കലാണ് അതിലൂടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എവിടെയാണോ നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ അവിടെ എക്സൽ ചെയ്യുക. നല്ല ഒരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ NSSനെ കുറിച്ച് പറയുമ്പോൾ സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് ഇരിഞ്ഞാലക്കുടയുള്ള ഒരു വാനപ്രസ്ഥാശ്രമം, ഒരു അച്ഛന്മാരെ, ഏകാന്തതയിൽ കഴിയുന്ന അച്ഛന്മാരെ നോക്കുന്ന ഒരു ആശ്രമത്തിലാണ് ഞാൻ പോയിട്ടുള്ളത്. അവിടെയാണ് ഞാൻ NSSനെ ആദ്യമായിട്ട് കാണുന്നത്. കാരണം പഠിക്കുന്ന സമയങ്ങളിലൊന്നും
ഞങ്ങൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആ ഒരു സ്കൗട്ടിൽ വർക്ക് ചെയ്തതല്ലാതെ NSSന്റെ പ്രവർത്തനങ്ങൾ ഞാൻ അന്നാണ് കണ്ടത്. ഒരു സ്കൂളിലെ മുഴുവനും, നാഷണൽ സ്കൂളിലെ കുട്ടികൾ മുഴുവനും വന്നുകൊണ്ട് അവരുടെ മുമ്പിൽ പാട്ടുകൾ അവതരിപ്പിക്കുക, അവരെ മാക്സിമം സന്തോഷിപ്പിക്കാൻ മിമിക്രി, അങ്ങനെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾക്ക് NSS ഇന്ന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നല്ല വർക്കുകൾ നിങ്ങൾ ഇനിയും മുന്നോട്ട് തുടരുക. എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ആർക്കെങ്കിലും സാറിന്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സാറിന്റെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല സാർ, അതൊക്കെ എല്ലാം ക്ലിയർ ആയിരുന്നു തോന്നുന്നു. എനിക്കറിയാം ഇതെല്ലാം ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന എലിജിബിലിറ്റികൾ എല്ലാം തന്നെ അവരുടെ ആ ഒരു ആംഡ് ഫോഴ്സസിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പക്ഷേ എല്ലാം തന്നെ ഒന്ന് മാറിയേക്കാം. നമുക്കറിയാം ഇനി പോകുന്ന ദിവസങ്ങളിൽ ഓൾറെഡി അതിന്റെ തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. ഇപ്പൊ പറയുന്നത് ബാച്ച് വൈസ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോകേണ്ടത്. ഒരു സമൂഹമായിട്ട് പോയിരുന്ന ഒരു ആംഡ് ഫോഴ്സസ് ഇന്ന് ഷിഫ്റ്റ് വൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനെല്ലാം തന്നെ മാറ്റമുണ്ടാവും. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, നമുക്ക് 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടാവുന്ന സമയം നമുക്ക് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് നന്ദി. സാറിന്റെ ക്ലാസ്സിനെ പറ്റി പറയാന്ന് വെച്ചാൽ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഒരുപാട് പുതിയ അറിവുകൾ നേടാൻ പറ്റി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാൻ സാധിച്ചതിൽ വളരെ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി പറയുന്നു സാർ. നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട്. നമ്മുടെ ഈ വെബിനാറിന്റെ അവസാനത്തെ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കട്ട് ഷോർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പ്രതിപാദിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചത്. ഓക്കെ സാർ. ഓക്കെ, നമുക്ക് അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോ അതിനായി വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടതായി നമ്മുടെ NSS വോളണ്ടിയർ ആയ ഗോഡ്വിൻ വർഗീസിനെ ക്ഷണിക്കുന്നു. ഹലോ, നമ്മുടെ സഹൃദയ കോളേജിന്റെ NSS യൂണിറ്റിന്റെ വെബിനാറായ ജ്വലനം 2020 എന്ന സീരീസിനാണ് ഇവിടെ പരിസമാപ്തി ആയിരിക്കുന്നത്. ഈ സീരീസിലെ അവസാന വെബിനാർ ആയിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നത്. അതിന് തന്നെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സഹൃദയ കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ റവൽ ഫാദർ ജോർജ് പാർമൻ അച്ഛന് ഞങ്ങളുടെ NSS യൂണിറ്റിന്റെ മുഴുവന്റെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തതായി the impact of COVID-19 on national defense എന്ന വിഷയത്തെ കുറിച്ച് നമ്മോട് സംസാരിച്ച മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശ്രീ രാജഗോപാൽ സർ, അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ നമുക്ക് ആർമിയെ കുറിച്ചും നമ്മോട് ക്ലാസ് എടുത്തു. ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ പോസ്റ്റുകൾ ആർമിയിലുണ്ടെന്നും അവയിലേക്ക് നമുക്ക് കയറാനുള്ള യോഗ്യതകൾ എന്താണെന്നും അദ്ദേഹം വ്യക്തമായി നമ്മോട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ മനോഹരമായ സ്വാതന്ത്ര്യദിന സന്ദേശവും അദ്ദേഹം നമുക്ക് നൽകുകയുണ്ടായി. അദ്ദേഹത്തിനും NSS യൂണിറ്റിന്റെ പേരും കൃത്യമായ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്തായി പാട്രിയോട്ടിക് വീഡിയോ റിലീസ് ചെയ്ത നമ്മുടെ സഹൃദയ പ്രിൻസിപ്പൽ ഡോക്ടർ നിതിൻ പിള്ള സാറിനും ഞങ്ങളുടെ NSS കുടുംബത്തിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഞങ്ങളുടെ NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറായ എല്ലാവരും പ്രിയപ്പെട്ട ശ്രീ വിജയ് സാർ, അദ്ദേഹമാണ് ജ്വലനം 2020 എന്ന ഈ വെബിനാറിന്റെ ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ഇത്രയധികം വിജയമാക്കി തീർത്തതിന് അദ്ദേഹത്തിനോടും ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്തതായി ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്കായി ഒരുക്കുന്ന സഹൃദയ മാനേജ്മെന്റിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു വെബിനാർ സീരീസ് ഇത്രയധികം വൻ വിഷയമാക്കി തീർക്കാൻ അക്ഷീണം പ്രയത്നിച്ച എല്ലാ NSS വോളണ്ടിയേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനും നന്ദി പറയുന്നു.
അതുപോലെ തന്നെ ഈ 3 വെബിനാർ സീരീസുകളിലും പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ NSS കുടുംബത്തിന്റെ പേരിൽ ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഇതിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ഞാൻ നിങ്ങളോട് വിനീതമായി ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടായി. നിങ്ങൾക്ക് ആ പേട്രിയോട്ടിക് വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, അതായത് സഹൃദയ യൂണിറ്റ് 589 എന്ന ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതേപോലെ തന്നെ ഇതിന്റെ ലൈവ് സ്ട്രീമിംഗ് അതിൽ നടക്കുന്നുണ്ട്. എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യാൻ മറക്കാം. 15 മിനിറ്റ് അതിന് ടൈം വാലിഡിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളെ ഈ വെബിനാറൊക്കെ നടത്താൻ സഹായിച്ച IHRA ഓർഗനൈസേഷൻ ഞാൻ നന്ദി പറയാണ്. അതുപോലെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കോളേജ് സൂപ്പർവൈസേഴ്സ്, ഞങ്ങളെ ഇത് നല്ല വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ വീഡിയോ ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പൻസ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. Mother